ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മഴയും കാറ്റും ഒക്കെയാണല്ലേ? എല്ലാ ജില്ലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവരും സേഫാണല്ലോ. ഇന്ന് വിഷുവിൻ്റെ ബാക്കി കുറച്ച് പയറിരിപ്പുണ്ടായിരുന്നു, വൻപയർ. അപ്പം ഞാനിത് ഒരു ചക്കരക്കഞ്ഞി അങ്ങാണ്ട് ഉണ്ടാക്കിയാലോ? ഏതായാലും തണുപ്പല്ലേ, അപ്പോൾ എല്ലാവരും വായോ. അങ്ങനെ വൻപയറും കുറച്ച് ഉണക്കലരിയും കൂടെ ഞാനങ്ങനെ എടുത്ത് കഴുകി വാരിയെടുത്തു. ഒന്ന് കുക്കറിലേക്ക് ഇട്ടു. കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാമല്ലാന്ന് വിചാരിച്ചു. കുക്കറിൽ അതിന് വേണ്ട വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് വെച്ച് കുറച്ച് ഉപ്പും ഇട്ട് അങ്ങനെ ഗ്യാസിലേക്ക് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ശർക്കര എടുത്ത് കണ്ടില്ലേ, ഒരു ഉണ്ട ശർക്കര എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോ ശർക്കര, 1/2 കിലോ വേണ്ട, ശർക്കര ഉരിക്കാൻ വെച്ചിട്ടും ഒരു തേങ്ങ പൊട്ടിച്ച് ഞാൻ അങ്ങോട്ട് ചിരണ്ടി എടുത്ത്. 2 തേങ്ങ വേണം കേട്ടോ അതിന് ചിരണ്ടാനായിട്ട് വെച്ചിട്ട്. അപ്പോഴേക്കും ശർക്കര ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത്, ശർക്കര അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കൂല, അതുകൊണ്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അങ്ങനെ തേങ്ങ ചിരണ്ടി എടുത്ത് അതിൻ്റെ ഇടക്ക്. അപ്പം ശർക്കര ഉരുകി വന്നു, തേങ്ങയും ചിരണ്ടി കഴിഞ്ഞു. തേങ്ങാപ്പാൽ തലപ്പാൽ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ടുമാണ് ഞാൻ ആദ്യമേ മിക്സിയിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാമല്ലെന്ന് വെച്ചു. എന്നിട്ട് ആ പാല് അങ്ങനെ തലപ്പാൽ പിഴിഞ്ഞത് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. അതും അരിച്ചെടുത്തിട്ട് അപ്പോഴേക്കും കുക്കറിലത് വിസിലൊക്കെ ഇട്ട് വെന്ത് റെഡിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ശർക്കരപ്പാനി അങ്ങോട്ട് അരിച്ചൊഴിച്ചു. അതിലേക്ക് ആ കുക്കറിൽ വെന്തിരിക്കുന്ന പയറും അരിയും കൂടെ അങ്ങോട്ട് പകർത്തി. അങ്ങനെ ബാക്കിയുള്ള നമ്മൾ മിക്സിയിൽ അടിച്ചു എടുത്ത പാലുണ്ടല്ലോ, അപ്പോൾ ആ പാലും കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് അവിടെ ഇരുന്ന് കുറുകി വരണം. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ വെറുതെ വെള്ളം പോലെ തോന്നും കേട്ടോ, പക്ഷെ അതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേക്കും കറക്റ്റ് പാവും കേട്ടോ. പയറിൽ ആ മധുരവും ആ തേങ്ങ പാലിൻ്റെ ആ ഇതുമൊക്കെ ടേസ്റ്റും ഒക്കെ അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട്. അങ്ങനെ കുറച്ച് ഏലക്കാപ്പൊടി അങ്ങോട്ട് ഞാൻ വിതറി കൊടുത്ത് തിളച്ചപ്പോഴേക്കും അങ്ങനെ ഒരു 1.5 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തലപ്പാൽ അതങ്ങോട്ട് ഒഴിച്ച് നല്ല കുറുക്കി അങ്ങോട്ട് ഇറക്കി വെച്ചു തിളച്ച്. അങ്ങനെ അതിൻ്റെ ആ പായസത്തിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് ലേശം നെയ്യ് ഒഴിച്ച് ആ കശുവണ്ടി പരിപ്പും കുറച്ച് എള്ളും കൂടെ അങ്ങോട്ട് വറുത്ത് കുറച്ച് പൂ പോലെ അങ്ങോട്ട് വിതറി കൊടുക്കണം. അപ്പം അതിനായിട്ട് കശുവണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ലേശം എള്ളും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ ആ എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അത് റെഡിയായി. അങ്ങനെ ഞാൻ ആ പായസത്തിൻ്റെ പുറത്ത് നമ്മുടെ ശർക്കര പായസം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പായസം ഇഷ്ടമുള്ള ആൾക്കാരും ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അന്ന് ആറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനത് കുറച്ച് പാത്രത്തിലേക്ക് അങ്ങനെ പകർത്തി കേട്ടോ. ഞങ്ങളപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമല്ലാന്ന് വിചാരിച്ച്. ചൂടനെ ആകുമ്പോൾ വായു പൊള്ളില്ലേ, അതുകൊണ്ടൊന്ന് ആറിക്കഴിഞ്ഞപ്പോഴാണ് ടേസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പം ഞാനും മോനും കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് ശർക്കര പായസം കഴിക്കാം. ആഹാ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.